ശ്രീ ആര്യൻ ശ്രീ ആര്യൻ ഷൗക്കത്താണ് മത്സരിക്കുന്നത്. ഏത് കൊമ്പനായാലും ഏത് കൊമ്പത്ത് വമ്പനായാലും ജയിക്കുന്നത് ആര്യൻ ഷൗക്കത്തായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ ഒറ്റക്കെട്ടായി ഒരു കൈയായി ഒരു മെയ്യായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഒരവസരം കൈവന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാരഥി ആര്യാടൻ ഷൗക്കത്താണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ തേരാളി. നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ പ്രഗത്ഭനായ പാരമ്പര്യം തെളിയിച്ചിട്ടുള്ള ശ്രീ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ നഗരസഭയുടെ ചെയർമാനായിക്കൊണ്ട് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് ദേശീയ പുരസ്കാരം നേടിയ നിരവധിയായ സിനിമകളുടെ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ സാംസ്കാരിക രംഗത്ത് കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് പ്രവർത്തകരുടെ ആവേശ തിരമാലയിലേറി ഈ സദസ്സിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ആര്യാടൻ മുഹമ്മദ് എന്ന കുഞ്ഞാക്കയുടെ പൊന്നോമനപുത്രൻ ആര്യാടൻ ഷൗക്കത്ത് എന്ന വാപ്പുട്ടിയെ വിജയിപ്പിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തടിച്ചുകൂടിയിരിക്കുന്ന നൂറുകണക്കിന് ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരുടെ ആവേശത്തേറിലേറി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഇതാ കടന്നു വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജൂൺ മാസം 19 നടക്കുന്ന നിർണായകമായ തിരഞ്ഞെടുപ്പിൽ തന്നെ ഒരു കൈ സഹായം നൽകി അനുഗ്രഹിക്കണമേ എന്ന് നിങ്ങളോട് കൂപ്പുകയോടെ അപേക്ഷിക്കുന്നതിനു വേണ്ടി തിരക്ക് പിടിച്ച ത്രിചരണ പ്രവർത്തനങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് എന്ന അനാദൃശ്യ വൈഭവമാർന്ന പ്രതിഭാശാലി പത്തരമാറ്റിന്റെ പളുങ്കുമണി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് പ്രിയപ്പെട്ടവരെ, ഈ വേദിയിലേക്ക് ആവേശ തിരമാല സൃഷ്ടിച്ചുകൊണ്ട് ഈ സദസ്സിലേക്ക് പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ എല്ലാ അനുഗ്രഹവും ആശീർവാദവും ഏറ്റുവാങ്ങി പ്രിയപ്പെട്ടവരെ കടന്നു വന്നിരിക്കുകയാണ്. ജൂൺ മാസം 19 നടക്കുന്നത് നമ്മളെ സംബന്ധിച്ച് കേവലം ഒരു തിരഞ്ഞെടുപ്പല്ല, ഇത് ജീവൻ മരണ പോരാട്ടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ പോരാട്ടത്തിൽ നമ്മളുടെ പ്രതീക്ഷയായി പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ ആര്യാടൻ പ്രിയപ്പെട്ട ശ്രീ ആര്യാടൻ ഷൗക്കത്താണ് മത്സരിക്കുന്നത്. ഏത് കൊമ്പനായാലും ഏത് കൊമ്പത്ത് വമ്പനായാലും ജയിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല.